സ്തോത്രം. പാർക്കുന്ന വീടുകളെക്കുറിച്ച് വേദപുസ്തകത്തിൽ ധാരാളം വാഗ്ദത്തമുണ്ട്. ഒന്നാമത്തെ വാഗ്ദത്തം കേട്ടോണം. 91 സങ്കീർത്തനം 10 വാക്യം, ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് എന്ത് ചെയ്യത്തില്ല, അടുക്കത്തില്ല. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും. ഇത് വാഗ്ദത്തമാണ്. ഏതെങ്കിലും കുടുംബങ്ങൾക്കകത്ത് സാത്താൻ്റെ സിംഹാസനങ്ങൾ ഉണ്ടെങ്കിൽ നീ പറയണം, എന്നോട് വാഗ്ദത്തമുണ്ട്, ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. രണ്ടാമത്തെ വാക്യത്വം ശ്രദ്ധിച്ചേ. സദൃശ്യവാക്യം 14 അധ്യായം 11 വാക്യം, നീതിമാന്റെ കൂടാരമോ തഴയ്ക്കും. നീതിമാന്റെ കൂടാരം എന്ത് ചെയ്യും? നിന്റെ വീട് മുടിയാൻ പോകുവല്ല, നിന്റെ കൂടാരം തഴയ്ക്കാൻ പോവുക. അപ്പം അനർത്ഥം ഉണ്ടാകത്തില്ല, ഒരു ബാധയും അടുക്കത്തില്ല, നിന്റെ വീട് ദേശത്ത് തഴയ്ക്കാൻ തുടങ്ങും. സദൃശ്യവാക്യം 15:6, നീതിമാന്റെ വീട്ടിൽ വളരെ നിക്ഷേപം ഉണ്ട്. നീ ദരിദ്രനായി ജീവിക്കുമെന്നല്ല, നിന്റെ വീടിനകത്ത് എന്തുണ്ടാകും? നിക്ഷേപം ഉണ്ടാകും. നെഞ്ചത്ത് കൈവച്ച് പറ, എൻ്റെ വീടിനകത്ത് ദൈവം തന്ന നിക്ഷേപങ്ങൾ ഉണ്ടാകും. ഇനി നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന ഒരു വാക്യം പറയുന്നത് 118 സങ്കീർത്തനം 15 വാക്യം. അത് അടുത്ത വാക്തത്വമാണ്. ഉല്ലാസത്തിൻ്റെയും ബാക്കി പറയാമോ? അറിയാവുന്നവർ ഒന്നിച്ച് പറഞ്ഞ, ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം എൻ്റെ വീട്ടിലുണ്ടാകും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. എനിക്ക് ദൈവാത്മാവ് ഒരു ദൂത് തരുന്നു. ചില വീടുകളുടെ അന്തരീക്ഷങ്ങൾ ഈ ദിവസങ്ങളിൽ മാറാൻ പോവുക. തമ്മിൽ പിറുപിറുപ്പും വാദവും വരുത്തി മുഖത്തോട് മുഖം നോക്കി നിന്ന് കരയുന്ന നിന്റെ വീടിൻ്റെ അന്തരീക്ഷത്തെ പരിശുദ്ധാത്മാവ് ചേഞ്ച് ചെയ്യാൻ പോവുക. എന്നിട്ട് ദൈവം പറയുകയാണ്, നിന്റെ വീടിനകത്ത് ഉല്ലാസത്തിൻ്റെ